20% എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയിൽ നേരിയ തോതിലെങ്കിലും പ്രശ്നമുണ്ടാക്കാം എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനു മുൻപ് ഇത്തരത്തിൽ E20-ക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തള്ളുന്നൊരു നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഡീലേഴ്സിന് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ, ഈ E20 വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുമെന്നാണ് പറയുന്നത്, ശരിയാണോ അത്? E20 പെട്രോള് മൈലേജിനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ അത് നമ്മളുടെ പഴയ കാർബറേറ്ററും E20 പെട്രോളുമായിട്ട് ഒരുപാട് മിസ്സിങ്ങും കാര്യങ്ങളും അറപ്പും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ E20യുടെ കാർബറേറ്റർ ഇറങ്ങുന്നുണ്ടെന്ന് അവൈലബിൾ ആണെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അതൊക്കെയാണ് പ്രശ്നം. മിസ്സിങ്ങും കാര്യങ്ങളുണ്ട്. മൈലേജ് ഡിഫറൻറ്റ് കാര്യം ദൂരമൊന്നും അറിഞ്ഞിട്ടില്ല. മിസ്സിങ്ങും കാര്യങ്ങളും ഒരുപാട് കാണിക്കുന്നുണ്ട് E20. അങ്ങനെ വാഹനങ്ങൾ വന്നിരുന്നോ? അങ്ങനത്തെ വാഹനങ്ങൾ വരണുണ്ട്. അതിൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോക്കുമ്പോൾ E20 പെട്രോളാണ്. അതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ നോർമൽ പെട്രോളാക്കി വണ്ടി ക്ലിയർ കൊടുക്കുന്നുണ്ട്. വണ്ടിക്ക് മിസ്സിങ് വരുന്നുണ്ട്. കാർബറേറ്ററിലൊക്കെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അത് E20 സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ കാർബറേറ്റർ. അതാണ് ഞാൻ റീസൺ ആയിട്ടുള്ളത്. 2023 ശേഷം ഇറങ്ങിയ വണ്ടികളിൽ ഈ എത്തനോൾ ഈ സംഭവം സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത്. അതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള വണ്ടികളിലാണോ ഈ സംഭവങ്ങൾ വരുന്നത്? അതിന് മുന്നേ 2026 അത്രയും അതിനുശേഷമുള്ളത് ഇപ്പോൾ ഇറങ്ങുന്നതിനൊക്കെ അവർ E20 സപ്പോർട്ട് ചെയ്ത് ഇറക്കുന്നുള്ളതാണ്. പക്ഷേ ഈ 2023 മുന്നുള്ള വണ്ടിക്കാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. ചേട്ടന് എന്താ തോന്നുന്നത്, ഇത് നല്ലതാണോ അതോ? അതിനെപ്പറ്റി പറയാറായിട്ടില്ല. പക്ഷേ E20 ഇപ്പോഴത്തെ പുതിയ മെത്തേഡിൽ അത് തന്നെ വേണമല്ലോ. പക്ഷേ നമ്മൾ പഴയ വണ്ടിയൊക്കെ അത് ബുദ്ധിമുട്ടാണ്. കാരണം പറഞ്ഞാൽ E20 സപ്പോർട്ട് ചെയ്യാൻ കാർബറേറ്റർ ചേഞ്ച് ആക്കണം. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ഈ പഴയ വണ്ടി കാർബറേറ്റർ മാറ്റി E20 പെട്രോളോട്ട് ഒഴിച്ചാൽ ഈ പഴയ കാർബറേറ്റർ സപ്പോർട്ട് ചെയ്യില്ല. പകരം അവർക്ക് പുതിയ കാർബറേറ്റർ മാറ്റേണ്ടി വരും. അവർക്ക് കസ്റ്റമറിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. E20 പെട്രോൾ വന്നിട്ട് കുറച്ചല്ലേ ആവുന്നുള്ളൂ. പക്ഷെ എന്തായാലും ഇപ്പം മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററുള്ള എല്ലാ വണ്ടികൾക്കും 10 വണ്ടി വന്നാൽ അതിനകത്ത് 5 വണ്ടിയും കാർബറേറ്ററിൽ ലീക്കാം. യഥാർത്ഥത്തിൽ വരുന്ന കസ്റ്റമറുമായിട്ട് ഞങ്ങൾക്ക് വഴക്കം അവസാനം. കാരണം ആദ്യം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞത് ആദ്യം ഇതിൻ്റെ കാർബറേറ്ററിൻ്റെ നീഡിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് പോലത്തെ റബ്ബർ പോലത്തെ ഒരു സാധനമുണ്ട്. ഈ സാധനം ദ്രവിച്ചു പോകും. എന്നിട്ട് 10 വണ്ടി വന്നാൽ അതിനകത്ത് 5 വണ്ടിയും ശരിക്ക് ഇതേ കംപ്ലൈൻറ്റുമായിട്ടാണ് വരുന്നത്. എല്ലാം ഡെയിലി ഒരു 10 വണ്ടി വന്നാൽ അതിനകത്ത് 5 വണ്ടിക്കും ഈ പെട്രോളിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കാർബറേറ്റർ ലീക്കുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം. ഇന്നലെ തന്നെ 2 കാർബറേറ്ററാണ് പുതിയത് മാറി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു കംപ്ലൈൻ്റ് ഉണ്ട് ശരിക്കും. അത് കസ്റ്റമർ ആണെങ്കിലും വഴക്കുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നീഡിൽ മാറിയിടും. ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ എല്ലാം ചെയ്യും. പിന്നെയും 2 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ലീക്ക് വരും. പിന്നെ 10, 3000, 3500, 4000, 5000 ഒക്കെ മുടക്കിയാണ് കസ്റ്റമർ കാർബറേറ്റർ മാറുന്നത്. ഈ കാർബറേറ്റർ മാറിയാലും ചില വണ്ടികൾക്ക് 6 മാസം കഴിയുമ്പോൾ ഇതേ കംപ്ലൈൻറ്റ് തന്നെ വരാറുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 10% വണ്ടികൾക്കെങ്കിലും കാർബറേറ്റർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പുതിയ മോഡൽ വരുന്ന ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടികൾക്ക് എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഈ പറഞ്ഞ പെട്ടെന്ന് വന്ന കംപ്ലൈൻ്റ് ഒന്നുമില്ല. നേരത്തെ തൊട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6-7 മാസമായിട്ട് ഈ കംപ്ലൈൻ്റ് ഉണ്ട്. പുതിയ കംപ്ലൈൻ്റ് അല്ല ഇത്. 6-7 മാസമായിട്ട് സ്ഥിരമായിട്ട് 10 വണ്ടി വന്നാൽ അതിനകത്ത് 5 വണ്ടി കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് ഈ E20 പെട്രോൾ നമ്മൾ വിപണിയിൽ എത്തിച്ചതിന് ശേഷം കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കംപ്ലൈന്റുകൾ കേൾക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഈ പറഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഈ പറഞ്ഞ കംപ്ലൈൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ കാർബറേറ്ററുള്ള വണ്ടികൾക്ക് ലീക്ക് വരിക എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന പണികളിലൊരു പണി അതാണ് ഇപ്പോൾ. കാരണം അതിനകത്ത് തുറന്ന് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഇതാണ്ടായി മൂലയിരിക്കുന്ന സാധനങ്ങളെല്ലാം കാർബറേറ്റർ മാറിയേക്കുന്നതാണ്. മനസ്സിലായില്ല. എന്നാലും ഒരു കാർബറേറ്ററിന് ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ പോലും ഏകദേശം 2500 തൊട്ട് 5000. ഈ എമഹയുടെയൊക്കെ ചില വണ്ടികൾക്കാണ് 10, 7500, 8000 രൂപയൊക്കെ വില വരും. മാറാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊരു 10,000 രൂപയ്ക്ക് പണിത് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ലീക്ക് വരുമ്പോൾ കസ്റ്റമർ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കാൻ പോവുകയാണ്. ഈ കംപ്ലൈൻറ്റോട് യഥാർത്ഥ മെക്കാനിക്കിൻ്റെ കുഴപ്പമല്ല, അത് മെക്കാനിക്കൽ പ്രോബ്ലം അല്ല. എന്നിട്ട് പെട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന പ്രോബ്ലമാണ് ശരിക്കും പ്രോബ്ലം. അത് സർക്കാരാണ് ശരിക്കും മാറ്റേണ്ടത്. അല്ല മെക്കാനിക്ക് നോക്കിയാലൊന്നും ഈ പറയുന്ന സംഭവം മാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഞങ്ങൾ ഈ പറഞ്ഞ കസ്റ്റമറുമായിട്ട് പലപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം ഇങ്ങനെ കസ്റ്റമറായിട്ട് വഴക്കുണ്ടായി. അപ്പം നമ്മുടെ അടുത്ത് പറയണം, ഈ കസ്റ്റമർ നമ്മളുടെ അടുത്തല്ല വഴക്കുണ്ടാക്കേണ്ടത്. ശരിക്കും ഇവർക്ക് നല്ല പെട്രോൾ കിട്ടുന്നുണ്ടോ, നല്ല സാധനങ്ങളുണ്ടോ എന്നുള്ള ഉപഭോക്താവ് ചിന്തിക്കണം. അവരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത്. അല്ല നമ്മുടെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം ഞാനൊരു മാറ്റർ എഴുതി ആ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊടുത്തിരിക്കുക ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ വഴക്ക് കാരണം. ചേട്ടാ, ഈ 2023 മുന്നേ ഇറങ്ങിയിട്ടുള്ള വണ്ടികളിലാണോ ഇങ്ങനത്തെ കേടുകൾ കാണുന്നത്? അല്ല, ഇത് കൂടുതൽ അധികം വന്നേക്കണത് ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികൾക്കല്ല, കാർബറേറ്ററുള്ള വണ്ടികൾ. എന്ന് വെച്ചാൽ 2000-ന് മുമ്പുള്ള വണ്ടികൾക്ക്. കാർബറേറ്ററുള്ള വണ്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ പെട്രോൾ ലീക്ക് കംപ്ലൈൻറ്റ് വരുന്നത്. അത് ഈ കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ 2023 ശേഷം ഇറങ്ങിയിട്ടുള്ള വണ്ടികളിൽ പ്രശ്നം ഉണ്ടാവില്ല, കേടുപാടുകൾ കൂടുതൽ അതിന് മുന്നേ. ആ വണ്ടിക്ക് കാർബറേറ്റർ അല്ല, ആ വണ്ടിക്ക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് പുതിയ വണ്ടിക്ക്. അപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, അത് കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളത് അത് കുറച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ 6 മാസം 1 കൊല്ലം കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഒരു നിയമം വരുന്നതിനെ കുറിച്ച് ശരിക്കും പഠിച്ചിട്ടൊന്നുമല്ല. പഠിക്കാതെ അങ്ങ് വരിക.
പിന്നെ ജനങ്ങൾ പഠിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുവാണ്, ഓടി രക്ഷപ്പെട്ടോ. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പോൾ കസ്റ്റമർ ഇത്രയും പൈസ മുടക്കി ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ചിലപ്പോൾ 10-20,000 രൂപയ്ക്ക് പറഞ്ഞാൽ ടെസ്റ്റൊക്കെ ചെയ്ത് വണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ലീക്ക് വരുന്നത്. മനസ്സിലായി? അപ്പോൾ അവർ പറയും 20,000 രൂപയ്ക്ക് പണിത വണ്ടിയാണ് ലീക്ക് വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അദ്ദേഹം വീണ്ടും അതിന് 3,000 രൂപ മുടക്കുന്നതല്ല, വേറെ ഒരു വഴിയുമില്ല. ഈ 3,000 രൂപ മുടക്കിയാലും വീണ്ടും ഇതേ കംപ്ലൈൻറ്റ് തന്നെ വരാം ഒരു 6 മാസം കഴിയുമ്പോൾ. അതും ഈ സാധനം മാറി വയ്ക്കുമ്പോൾ ഞങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കും. ഇനിയും ഇത് വരാം, വന്നാൽ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, സാറ് തന്നെ വീണ്ടും ഇതേ പണി ഒന്നേന്ന് ചെയ്യണം, അല്ല വേറെ ഒരു പണിയില്ല ഇനി. അതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമല്ല, 90% മെക്കാനിക്കോട് ചോദിച്ചാൽ അവരുടെ അഭിപ്രായം ഇതാ. ഓരോ ദിവസവും മഴക്കായി. ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ തന്നെ പറയും നീഡിലേ മാറില്ല, പ്രൊസീജിയറല്ല, കാർബറേറ്റർ മാറിക്കോളാനാണ് പറയുന്നത് ആദ്യമേ. മനസ്സിലായി? ഇതിനിപ്പോ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പരിഹാരം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ നീഡിലാണ് ഈ തേയ്മാനം കൂടുതൽ വരണത്. കാർബറേറ്ററിൻ്റെ അടിയിൽ ഒരു ചെറിയ സാധനം ഇത്രയുള്ള ഒരു സാധനം, വിലയുടെ സാധനം, അതും 200-250 വില വരും. അതിൻ്റെ അടിയിൽ റബ്ബർ പോലത്തെ ഒരു സാധനമുണ്ട്. ഈ സാധനം ദ്രവിച്ച് പോകണമെങ്കിൽ കംപ്ലൈൻറ്റ് വരണത്. അപ്പോൾ അതിന് പറ്റുന്ന എന്തെങ്കിലും രീതിയിലുള്ള പുതിയ സംവിധാനം വരുമായിരിക്കും. ഇപ്പോൾ E20 ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ കാർബറേറ്റർ വരുന്നുണ്ട്, ബുള്ളറ്റിന് വന്നിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആണെന്ന് അറിഞ്ഞുകൂടാ, മറ്റുള്ള വണ്ടികൾക്കും അതുപോലെ വരുമായിരിക്കാം എന്നാ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ കാർബറേറ്റർ മാറും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. വേറെ ഒരു വണ്ടിക്ക് E20 കാർബറേറ്റർ വന്നിട്ടുള്ള, ബുള്ളറ്റിന് വന്നിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഇതുവരെ ഞങ്ങളത് വച്ചിട്ടില്ല. മാർക്കറ്റിൽ വന്നിട്ടുള്ള സാധനം വന്നിട്ടുണ്ടെന്ന് പറയുന്നല്ല, മാർക്കറ്റിൽ അത്ര അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. ഈ E20 ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത് ഈ പ്രശ്നങ്ങളാണ്, മൈലേജ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ. മൈലേജ് കുറവുണ്ടായിരിക്കാം. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അത്ര ഈ കറക്റ്റായിട്ട് ഓടുന്ന ആളുകൾ മാത്രമാണ് ഈ മൈലേജിനെ കുറിച്ച് ചെക്ക് ചെയ്യുന്നുള്ളൂ. അല്ല ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള ഇവിടുന്ന് 4 കിലോമീറ്റർ കൊണ്ടുവച്ച് പിന്നെ തിരിച്ചു കൊണ്ടുപോയി അവരതൊന്നും തീരുമ്പോൾ അടിക്കുക. അല്ലാതെ ഇപ്പോൾ നമ്മുടെ കടയിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ മൈലേജ് നോക്കിയിട്ട് കാര്യമുണ്ട്, നമുക്ക് എപ്പോഴും അങ്ങോട്ടും പോകണം. അപ്പോൾ നമ്മൾ തീരെ മുറക്കി 500-1000 രൂപ അടിക്കും എല്ലാ വണ്ടിക്കും. അതല്ലേ വേറെ ഒരു നിർവാഹമില്ല. അതുകൊണ്ട് അതൊന്നും ഇത്ര കൃത്യമായിട്ട് നമ്മൾ നോക്കാറില്ല. പക്ഷേ ചില ആളുകൾ നോക്കുന്നവർ കൃത്യമായിട്ട് അറിയാതെ മൈലേജ് കുറയുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അതും ശരിക്കും അറിയാനുള്ള സമയം ആവുന്നുള്ളൂ. എന്തായാലും 5-6 മാസം കഴിയും കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ പരിണിത ഫലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് പൂർണ്ണമായിട്ടൊരു പഠിത്തമൊന്നും ഒരു ശരിക്കുള്ളൊരു ഇൻവെസ്റ്റിഗേഷനോ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടായിരിക്കില്ല ഇത് വന്നേക്കണത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണമൊന്നും നടത്തിയിട്ടൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് പല സാധനങ്ങളും വരുന്നത്. പിന്നെ സാധാരണഗതിയിൽ ജനങ്ങൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുവാണ് കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ കാർബറേറ്റർ ലീക്കാണ്, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ പൈസ പോയാലും കുഴപ്പമില്ല, ഭാര്യയുടെ വണ്ടിയാണ്, കാർബറേറ്റർ മാറ്റി. ഇപ്പോൾ വൈകുന്നേരം വന്നൊരു 3,500 4,000 തരുന്നു. ഇപ്പം ഈ മോളുടെ അച്ഛനാണ് വരുന്നതെങ്കിൽ പോലും പറഞ്ഞാൽ മോളുടെ വണ്ടിക്ക് ലീക്കാണെന്ന് പറയുമ്പോൾ അയ്യോ എന്ന് മഴ കിടക്കുവാണ്, പൈസ നോക്കണ്ട, കൊച്ചിന് മാറ്റി കൊടുക്കാൻ പറയും. പൈസ നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഓടിയെത്താൻ വേണ്ടി മാറ്റി കൊടുക്കാൻ പറയും. അപ്പോൾ ഭാര്യയുടെ ആണെങ്കിലും മക്കളുടെ ആണെങ്കിലും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ബുള്ളറ്റിലൊക്കെ കംപ്ലൈൻറ്റ് വന്ന 10,000-4,000-5,000 രൂപ കാർബറേറ്ററിന് മാറാതിരിക്കാൻ പറ്റില്ല. നല്ല ഈ മൂല എടുത്തിട്ടാണ് ഈ അടുത്ത കാലത്ത് മാറി കാർബറേറ്റർ. അങ്ങോട്ട് നോക്കും, ഇതാണ് ഈ സാധനം കാർബറേറ്റർ എന്ന് പറയുന്ന സാധനം. ഇതാണ് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ മാറിയിട്ടുള്ളതാണ് ഈ സാധനം. ഇത് മാത്രമല്ല, ഒരു പെട്ടിക്ക് അതുകൊണ്ട് ഇതിനകത്ത് മൊത്തം ഇതായിട്ടാണ് ഈ മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 10,000-7,000 വില വരും ഈ സാധനത്തിന്. ഈ അതിനകത്തിരിക്കുന്ന ഈ സാധനങ്ങളുടെ ഇതെല്ലാം മാറിയേക്കുന്നതാണ് പുതിയത്. പിന്നെ കംപ്ലൈൻറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ഇല്ലാതെ ഈ ഇത്രയും വിലയെടുപ്പുള്ള സാധനം ഇവർ മാറില്ല. കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. കംപ്ലൈൻറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ കിടക്കുന്ന സാധനം തന്നെ ഏകദേശം 10-20,000-25,000 സാധനം കിടക്കുന്നത്. ഇതെല്ലാം ഓരോ കസ്റ്റമറും പൈസ കൊടുത്ത് മാറിയിട്ടുള്ള. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 7,000 രൂപയുടെ സാധനം മാറിയിട്ട് 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേ കംപ്ലൈൻറ്റ് എന്നാണ്. അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ചെയ്യണ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇനി അവർ പുതിയത് മേടിച്ചുകൊണ്ട് വന്നാൽ തന്നെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇല്ലെങ്കിലും മഴയ്ക്കുന്ന ഒഴിവാണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഫോട്ടോസ്റ്റാറ്റ് മൊത്തം ഒരു ഇതായിട്ട് എഴുതി അവിടെ ഒരു മാറ്റർ എഴുതി കൊടുത്തിരിക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് എഴുതി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കസ്റ്റമർ ഒന്ന് വഴക്കുണ്ടാക്കായിരിക്കും. അത് മെക്കാനിക്കിൻ്റെ കുഴപ്പമല്ല. മെക്കാനിക്ക് എത്ര ചെയ്താലും വീണ്ടും ഇത് വരും. പെട്രോളിൻ്റെ പ്രശ്നമാണത്. പെട്രോളിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ കാർബറേറ്ററാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത്. കാരണം ഒരു ഫംഗസ് പോലെ ഒരു സംഭവം അടിയുന്നുണ്ട് 2 ദിവസം. ഈ പെട്രോൾ അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ അതിലൊരു ഫംഗസ് പോലെ അടിയുന്നുണ്ട്. ഇത് കാർബറേറ്ററിനെ ജാമാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സിലിണ്ടർ കിറ്റായാലും പിസ്റ്റണായാലും ഇതിനെല്ലാം കംപ്ലയിൻ്റ് ആക്കുന്നുണ്ട്. കാരണം കറക്റ്റ് കത്തുന്നില്ല. പെട്രോളേ കറക്റ്റ് കത്താത്ത വരുമ്പോൾ അതൊരു ചെറിയൊരു പൊട്ടലും ചീറ്റലും പോലെ വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ എത്ര കംപ്ലൈന്റുകളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്? ഡെയിലി ഒരു 2-3 വണ്ടിയെങ്കിലും ഇത് പേരിൽ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാർബറേറ്റർ ഇപ്പോൾ മാറി വിടുകയാണ്. പക്ഷേ ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടിക്ക് ആ കംപ്ലൈൻറ്റ് വരുന്നില്ല. കാർബറേറ്ററുള്ള വണ്ടിക്കാണ് കൂടുതൽ പ്രശ്നം കാണിക്കുന്നത്. അതായത് 2023 ഇറങ്ങിയതിന് ശേഷമുള്ളതിന്? അതെ, ആദ്യം ഇറങ്ങിയ വണ്ടികൾക്കാണ് ഈ ഏറ്റവും കൂടുതൽ പ്രശ്നം കാണിക്കുന്നത്. ഇത് മൈലേജിന് കുറവുണ്ടാവുന്നുള്ള? പിന്നെ മൈലേജിന് നല്ല ബാധിക്കുന്നുണ്ട്. എല്ലാ കസ്റ്റമറും മൈലേജ് കിട്ടുന്നില്ല, തീരെ കുറവാണ്. അപ്പോൾ പെട്രോളിൻ്റെ വില കൂടുന്നുണ്ട്. അതിനുപരി ഈ ഒരു പ്രശ്നം കൂടി ഉണ്ട്. 20% എത്തനോളുള്ള പെട്രോൾ അഥവാ
E20 വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് മൂലം ചില വാഹനങ്ങൾക്ക് നേരിയ തോതിലെങ്കിലും ഇന്ധനക്ഷമതയിൽ കുറവുണ്ടാകാം എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത്. എന്നാൽ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കുകളുമായിട്ടും അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് ഉടമകളുമായിട്ടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യം അതങ്ങനെയല്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും ഈ കാർബറേറ്റർ കംപ്ലൈന്റുമായി എത്തുന്നത് ദിനംപ്രതി നിരവധി പേരാണെന്നുള്ളതാണ് മെക്കാനിക്കുകൾ നമ്മളോട് പറയുന്നത്. ഇത് മാത്രമല്ല, ഇത് മൈലേജിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള പരാതികളും വർക്ക്ഷോപ്പില് ഉടമകൾക്കും മെക്കാനികൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അവർ പറയുന്നത്. ഇനി ഇതിൽ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടത് കേന്ദ്രം തന്നെയാണ്. ക്യാമറ പേഴ്സൺ S. അനൂഷിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1.